ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് ഒരു പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു ഡേ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തിട്ടില്ലെങ്കിലൊന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഈ വീഡിയോയിൽ മോർണിംഗ് റുട്ടീൻസും കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല. ഇപ്പം സമയം ഏകദേശം ഒരു 8:30 ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഒരു കോഫി ഇട്ട് കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇന്ന് ഒരുപാട് ഓർഡേഴ്സൊക്കെ ചെയ്ത് തീർക്കാനുള്ള ഒരു ദിവസമാണ്. അപ്പം അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്നത്തെ ദിവസം ഒരു വ്ളോഗ് പോലെ ഷൂട്ട് ചെയ്യാമെന്ന്. അപ്പോൾ ഇപ്പം കോഫിയൊക്കെ കുടിച്ചതിന് ഇപ്പം നേരെ മേലെ റൂമിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ ക്രാഫ്റ്റ് റൂമും ഈ ക്രാഫ്റ്റ് പരിപാടികളൊക്കെ ചെയ്യുന്നത് മേലെ ഈ റൂമിൽ വെച്ചിട്ടാണ് കേട്ടോ. പിന്നെ എൻ്റെ ഇൻസ്റ്റഗ്രാമൊക്കെ ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം, ഞാനൊരു ഓഫർ ഇട്ടിട്ടുണ്ട് മിനി ഫ്രെയിമിൻ്റെത്. 100 രൂപക്കാണ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് കസ്റ്റമേഴ്സിനെ കിട്ടിയിട്ടുണ്ട്, അൽഹംദുലില്ലാ. അപ്പം ഒരുപാട് കസ്റ്റമേഴ്സൊക്കെ കിട്ടുന്നത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. നമ്മുടെ ചെറിയൊരു ബിസിനസ് എന്താ പറയുക, സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫാമിലിയിൽ നിന്നും ഫ്രണ്ട്സായിട്ടും ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഒരുപാട് സന്തോഷം തോന്നുന്നു. അപ്പോൾ അത്യാവശ്യം ഓർഡേഴ്സ് വരുന്നത് കൊണ്ട് തന്നെ ഞാൻ എക്സ്ട്രാ കുറച്ച് ഫ്രെയിംസൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ ഒന്ന് ഇൻസ്റ്റാഗ്രാമിൽ DM ചെയ്യട്ടോ. അപ്പം ഫ്രെയിമിന് 100 രൂപയാണ് വരുന്നത്. അപ്പം കൊറിയർ അയക്കുമ്പോൾ കൊറിയർ ചാർജ് വരുന്നത് 60 രൂപയാണ്. അപ്പോൾ പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഇതുപോലുള്ള കുറച്ച് റാപ്പിംഗ് ഷീറ്റാണ്. അപ്പോൾ ഫ്രെയിംസൊക്കെ റാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ വാങ്ങി വെച്ചതാണ്. പിന്നെ ഈ ക്യൂട്ടായിട്ടുള്ള ഈ ഒരു സംഭവം ഞാൻ വാങ്ങിയിട്ടുണ്ട്. അപ്പം ഇതിന് വരുന്നത് 80 രൂപയാണ്. ഇതിപ്പം അടുത്തുള്ള ക്രാഫ്റ്റ് ഷോപ്പിൽ നിന്ന് തന്നെ വാങ്ങിയതാണ്. അപ്പം അത്യാവശ്യം ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടായിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു ഓപ്ഷനാണിത്. അപ്പം എനിക്ക് പൊതുവേ ഈ ബാക്ക്ഗ്രൗണ്ട് ഫോട്ടോസ് എടുക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഹെവി ആയിട്ട് ഒരുപാട് ഐറ്റംസൊക്കെ വെച്ച് ഫോട്ടോ എടുക്കുന്നത് എനിക്ക് തീരെ താല്പര്യമില്ല. അത്യാവശ്യം സിമ്പിളായിട്ട് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് കൊടുത്തിട്ടാണ് ഞാൻ അധികം ഫോട്ടോസൊക്കെ എടുക്കാറുള്ളത്. അപ്പോൾ ഫ്രെയിം ചെയ്ത് വെക്കേണ്ട ഫോട്ടോസൊക്കെ പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ നോർമലി ചെയ്യുന്ന പോലെ തന്നെ ക്യാൻവ ആപ്ലിക്കേഷനിലാണ് ഇത് സെറ്റ് ചെയ്തെടുത്തത്. ക്യാൻവ ആപ്ലിക്കേഷനിൽ A4 ഡോക്യുമെൻറ്റിലാണ് ഇത് സെറ്റ് ചെയ്തത്. അപ്പം ഒരു A4 ഷീറ്റിൽ 6 ഫോട്ടോ ഇതുപോലെ സെറ്റ് ചെയ്തിട്ട് കട്ട് ചെയ്താൽ നമുക്ക് മിനി ഫ്രെയിമിന് കണക്കായ സൈസിൽ തന്നെ നമുക്കിത് കിട്ടും. ഈ മിനി ഫ്രെയിമിൻ്റെ സൈസ് വരുന്നത് 4x4 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഓഫർ പ്രൈസിൽ ഇടുന്നത് കൊണ്ട് പ്രോഫിറ്റ് എന്തെങ്കിലും കിട്ടുമെന്നൊക്കെ കുറച്ച് പേര് ചോദിക്കുന്നുണ്ട്. അപ്പം ഇതിന് വലിയ ലാഭം എന്ന് പറയാനൊന്നും ഇല്ല. പക്ഷേ നമുക്ക് ഒരുപാട് ഓർഡേഴ്സ് ഒന്നിച്ച് കിട്ടുമ്പോൾ അങ്ങനെ ഒരു ലാഭം കിട്ടും, അങ്ങനെയുള്ള ഒരു പ്രോഫിറ്റാണ് ഉണ്ടാവുക. ഇങ്ങനെ 1ഉം 2ഉം ഓർഡേഴ്സ് കിട്ടിയിട്ട് കാര്യമില്ല. ഒന്നിച്ച് ഒരുപാട് ഓർഡേഴ്സ് കിട്ടുമ്പോൾ നമുക്ക് കുറച്ച് പ്രോഫിറ്റ് കിട്ടും. പിന്നെ ഈ ഓഫർ ഇടുന്നത് കൊണ്ടുള്ള മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല കസ്റ്റമേഴ്സിനെ കിട്ടണം എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഇടുന്നത്. അപ്പം കുഴപ്പമില്ല. ഇപ്പം ഈ ഓഫർ ഇട്ടത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല കസ്റ്റമേഴ്സിനൊക്കെ കിട്ടുന്നുണ്ട്. ഞാൻ ഇപ്പം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു 6 ഓർഡേഴ്സൊക്കെ ഒന്നിച്ച് കിട്ടുമ്പോൾ അങ്ങനെ പ്രിൻ്റ് എടുക്കലാണ്. പിന്നെ പെട്ടെന്ന് തന്നെ വേണമെന്ന് പറഞ്ഞ് ചില കസ്റ്റമർ പറയാറുണ്ട് അർജൻറ്റായിട്ട് വേണമെന്ന്. അപ്പം അങ്ങനെയുള്ളവർക്ക് പെട്ടെന്ന് ചെയ്ത് കൊടുക്കും. അല്ലെങ്കിൽ 6 ഓർഡേഴ്സൊക്കെ ഒന്നിച്ച് കിട്ടിയാൽ അങ്ങനെ ചെയ്യും. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. എന്ന് വെച്ചാൽ നമ്മൾ ഒരു A4-ലാണല്ലോ പ്രിൻ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് 6 ഫോട്ടോസും ആ ഒരു ഷീറ്റിൽ തന്നെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് പ്രിൻ്റ് എടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന പ്രിൻ്റർ ബ്രദറിൻ്റെ പ്രിൻ്ററാണ്. അപ്പം അതിൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ആക്കാം. അപ്പോൾ ഫോട്ടോസൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം ഓരോ ഫ്രെയിമിലായിട്ട് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെയാണ് ഫ്രെയിം ഓപ്പൺ ചെയ്യുന്നത്. അതിൻ്റെ ബാക്ക് സൈഡിലുള്ള ഓരോ ക്ലിപ്സായിട്ട് ഇങ്ങനെ
ഇളക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വേണം ഫോട്ടോ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ ഫോട്ടോ ഇൻസേർട്ട് ചെയ്യുമ്പം ഗ്ലാസ് നന്നായിട്ടൊന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കുക. ടിഷ്യൂ പേപ്പറോ സ്പോഞ്ചോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ തുടച്ച് ക്ലീനാക്കുക. പിന്നെ നിങ്ങൾ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഓർഡേഴ്സൊന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഈ ഒരു ചെറിയൊരു ബിസിനസ് നിർത്തിയിട്ട് പോകാൻ പാടില്ല. അപ്പം പരമാവധി ക്ഷമ വേണ്ട ഒരു ബിസിനസ്സാണ്. പൊതുവെ ഏത് ബിസിനസ്സിനായാലും പരമാവധി പേഷ്യൻസ് ആവശ്യമാണ്. അപ്പോൾ നമുക്ക് സ്ഥിരമായിട്ട് ഓർഡേഴ്സ് കിട്ടണമെന്നൊന്നുമില്ല. അപ്പം കിട്ടുന്ന ഓർഡേഴ്സ് നല്ല നീറ്റിൽ നല്ല വൃത്തിക്ക് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ അതുപോലെ തന്നെ കിട്ടുന്ന വർക്ക്സിൻ്റെ നല്ല ക്ലാരിറ്റിയിലുള്ള ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് പരമാവധി ഇൻസ്റ്റഗ്രാമിൽ സോഷ്യൽ മീഡിയാസിലൊക്കെ പോസ്റ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതുവഴി അത് കണ്ടിട്ട് നമുക്ക് കസ്റ്റമറെ കിട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഫ്രണ്ട്സിനും ഫാമിലീസിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് അവരോടൊക്കെ സ്റ്റാറ്റസൊക്കെ വെക്കാൻ പറയാം. അപ്പോൾ അങ്ങനെ നമുക്ക് ഒരുപാട് ഓർഡേഴ്സൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് കിട്ടുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇത് നിർത്തിപ്പോകാൻ പാടില്ല. ശരിക്കും ഏത് ബിസിനസ് ആയാലും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടതെന്ന് പറഞ്ഞാൽ കൺസിസ്റ്റൻസിയാണ്. അതില്ലെങ്കിൽ നമുക്ക് ഒരു ഗ്രോത്തും ഉണ്ടാവില്ല. അപ്പോൾ ഈ ബിസിനസ്സിൻ്റെ കാര്യം മാത്രമല്ല പറയുന്നത്. അപ്പം ഏതായാലും ഇപ്പം ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ഒരുപാട് ബിസിനസ് ഉണ്ട്. അപ്പം ഏത് കാര്യത്തിനായാലും നമ്മൾ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. അതാണ് മിക്ക ആൾക്കാർക്കും ഇല്ലാത്തതും. അപ്പം അതുണ്ടെങ്കിൽ നമ്മുടെ എന്താ പറയുക, നമ്മളെ ഗോൾസൊക്കെ നമുക്ക് അച്ചീവ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഒരു പ്രാവശ്യം 2 പ്രാവശ്യം നല്ല രീതിയിൽ വർക്ക് ചെയ്തു എന്ന് വിചാരിച്ച് നമ്മൾ അത് നിർത്തിപ്പോയാൽ പിന്നെ അത് ചെയ്തത് കൊണ്ടൊരു കാര്യമില്ല. അപ്പോൾ പരമാവധി ഈ ഫീൽഡിൽ തന്നെ തുടരാൻ നോക്കുക. പരമാവധി ഓർഡേഴ്സൊക്കെ എങ്ങനെയെങ്കിലും ഓർഡേഴ്സൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്, കസ്റ്റമറെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള മാർഗ്ഗങ്ങളൊക്കെ സ്വീകരിക്കുക. എല്ലാവരോടും ഷെയർ ചെയ്യാനും സോഷ്യൽ മീഡിയസിലൊക്കെ വീഡിയോസും സ്റ്റോറീസൊക്കെ കൃത്യമായിട്ട് പോസ്റ്റ് ചെയ്യുക. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി. നമുക്ക് നമ്മുടെ ബിസിനസ്സിൽ നല്ല ഗ്രോത്ത് ഉണ്ടാവും. അപ്പോൾ ഇതാ ഫ്രെയിംസൊക്കെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇന്ന് ഒരു കസ്റ്റമർ വിളിച്ചിട്ടുണ്ടായിന്, പെട്ടെന്ന് അർജൻറ്റായിട്ട് തന്നെ വേണം, വീട്ടിലേക്ക് വാങ്ങാൻ വരും എന്ന് പറഞ്ഞിട്ട്. അപ്പം ജസ്റ്റ് അതൊന്ന് പാക്ക് ചെയ്ത് വെക്കലാണ് കേട്ടോ. അപ്പോൾ കസ്റ്റമർ വാങ്ങാൻ വന്നിട്ടുണ്ടായിന് ഫ്രെയിം. അപ്പം അത് അവർക്ക് കൊടുത്തു. പിന്നെ ഇതാ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അന്നത്തെ ദിവസം രാത്രിയാണ് കേട്ടോ. അപ്പം രാത്രി നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ വർക്ക് ചെയ്യാൻ വന്നത്. അപ്പോൾ എൻ്റെ ബ്രദറിൻ്റെ കല്യാണമാണ്. അപ്പം ഞാൻ സ്വന്തമായിട്ട് തന്നെ ഇൻവിറ്റേഷൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇൻവിറ്റേഷൻ കാർഡ് 100 കാർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം അതിൽ 75ഓളം ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം കുറച്ചും കൂടി ബാക്കിയുണ്ട്. അപ്പം അത് പ്രിൻ്റ് ചെയ്ത് വെച്ച് ഇനിയിപ്പം അത് കട്ട് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ അതിൽ ആ കാർഡിൽ സെറ്റ് ചെയ്യണം. അപ്പം അതൊക്കെയാണ് ഇപ്പോൾ ചെയ്യാനുള്ളത്. അപ്പോൾ ഇൻവിറ്റേഷൻ ചെയ്യുന്ന കംപ്ലീറ്റ് ട്യൂട്ടോറിയലൊന്നുമല്ല കാണിക്കുന്നത്, ജസ്റ്റ് കട്ടിങ്ങും അത് കാർഡിൽ ഇൻസേർട്ട് ചെയ്യുന്നതൊക്കെയാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ ഇൻവിറ്റേഷൻ കാർഡ് മേക്കിങ് കംപ്ലീറ്റ് വീഡിയോ വേണ്ടുന്നവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യേ. അപ്പം ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാനത് വേറെ തന്നെ ഒരു ട്യൂട്ടോറിയൽ പോലെ ചെയ്യാം. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഈ കാർഡ് ചെയ്യുന്നത്. അപ്പം ഒരു എക്സ്പെരിമെൻ്റ് പോലെ ചെയ്യുന്നതാണ് ഈ വർക്ക്. പിന്നെ അവൻ പറഞ്ഞു സിമ്പിളായിട്ട് മതി, അങ്ങനെ ഹെവി ആയിട്ടുള്ള ഇതൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ സിമ്പിളായിട്ടാണ് ചെയ്യുന്നത്. ഒരു A4 ഷീറ്റിൽ 3 കാർഡായിട്ടാണ് ഞാൻ സെറ്റ് ചെയ്യുന്നത്. അപ്പം അത്യാവശ്യം നീളത്തിലുള്ള കാർഡാണ്. അപ്പം ഇതിന് വിഡ്ത്ത് വളരെ കുറവാണ്. പക്ഷേ എന്തായാലും ഫൈനലായിട്ട് നോക്കുമ്പം നല്ല സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ. അപ്പം ഈ വർക്കിൽ നല്ല സാറ്റിസ്ഫൈഡ് ആണ്. അപ്പം എല്ലാവർക്കും നല്ല ഇഷ്ടമായി എന്നൊക്കെ പറയുന്നുണ്ടായിന്. അപ്പം ഞാൻ വിചാരിക്കുന്നു അപ്പം ഇതുപോലത്തെ ഇൻവിറ്റേഷൻ കാർഡ് ഓർഡേഴ്സൊക്കെ ഉണ്ടെങ്കിൽ ഇനി ചെയ്ത് തുടങ്ങാമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ അതുമാത്രമല്ല ഈ പേപ്പർ ട്രിമ്മർ ഉള്ളതുകൊണ്ട് തന്നെ എൻ്റെ വർക്ക് കുറച്ചും കൂടി നല്ല ഈസി ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം സ്കോറിങ് ആയാലും കട്ടിങ് ആയാലും ഒക്കെ വളരെ നീറ്റിൽ തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ ഈ ട്രിമ്മറിൽ.
അപ്പോൾ ഇതാ എല്ലാ കാർഡ്സും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം ഇത് ഈ ഒരു ബ്രൗൺ ഷീറ്റിലേക്കാണ്, കാർഡ് സ്റ്റോക്കിലേക്കാണ് ഇത് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ജസ്റ്റ് ഒരു റിബണും കിട്ടുന്നുണ്ട്. അപ്പം അതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റായിട്ട് ഒരു ചെറിയൊരു റീൽ വീഡിയോ പോലെ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും പരമാവധി ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇനിയിപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.